ക്ഷേത്രങ്ങൾ സർക്കാരിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ രാജ്യതലത്തിലും സംസ്ഥാന തലത്തിലും ഏതെങ്കിലും സംഘടനകൾ ഉണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടന രാജ്യതലത്തിൽ വേണ്ടതല്ലേ? അതിനുവേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്. വളരെ സന്തോഷം. ഇതൊരു സംഘടനയായിട്ടുള്ള പ്രവർത്തനമല്ല, മൊത്തം ഹൈന്ദവ ചേതന സർക്കാർ നിയന്ത്രിത ദേവസ്വം ബോർഡുകൾക്കെതിരായിട്ട് ഒരു രാഷ്ട്രം, ഒരു നയം, ഒരു നിയമം എന്ന അവസ്ഥയിലേക്ക് ഭാരതത്തെ എത്തിക്കാൻ വേണ്ടി ഉയരേണ്ടതുണ്ട്. എപ്രകാരം ക്രിസ്ത്യൻ സമൂഹം ക്രിസ്തീയ സ്ഥാപനങ്ങൾ നടത്തുന്നുവോ, എപ്രകാരം ഇസ്ലാമിക സമൂഹം സ്ഥാപനങ്ങൾ നടത്തുന്നുവോ, അതുപോലെ ഹൈന്ദവ സ്ഥാപനങ്ങളെ ഹിന്ദു സമൂഹം വേണം നടത്തുക എന്ന കേവലമായ ഭരണഘടനാദത്തമായ അവകാശം സ്ഥാപിക്കപ്പെടണം. എല്ലാവർക്കും തുല്യനീതി എന്നതുണ്ടാകണം. അതിനുതകുന്ന, അതിലേക്ക് നയിക്കുന്ന ഇച്ഛാശക്തി സമാജത്തിൽ വളർത്തിയെടുക്കണം. അതൊരു സംഘടനയല്ല. എങ്കിൽ പറയട്ടെ, നമ്മുടെ വ്യത്യസ്ത സമ്പ്രദായങ്ങളിൽപ്പെട്ട ദ്വൈതികളും അദ്വൈതികളും വിശിഷ്ടദ്വൈതികളും വൈഷ്ണവരും ശൈവരും ശാക്തേയരും എന്ന് വേണ്ട വ്യത്യസ്ത സമ്പ്രദായങ്ങളിൽപ്പെട്ട സന്യാസിമാരുടെ കൂട്ടായ്മയാണ് മാർഗദർശക മണ്ഡലം. മാർഗദർശക മണ്ഡലത്തിൻ്റെ കേന്ദ്രീയ നേതൃത്വങ്ങളിലാണ് ഭാരതത്തെ മാറ്റിമറിച്ച ഒട്ടനവധി ചർച്ചകളും തീരുമാനങ്ങളും വന്നിട്ടുള്ളത്. അതൊന്നും പൊതുവായിട്ട് എല്ലാവരും മധ്യത്തിലും ചർച്ച ചെയ്യുന്നതൊന്നുമല്ല. പക്ഷേ സമാജത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള തീരുമാനങ്ങൾ അവിടുന്ന് വന്നിട്ടാണ് നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളത് ഭാരതത്തിൽ പലപ്പോഴും. ഒരിക്കലല്ല, പലപ്പോഴും. 2013 കുംഭമേള നഗരിയിൽ ഒത്തുചേർന്ന ദേശീയ മാർഗദർശക മണ്ഡലത്തിൻ്റെ യോഗത്തിലാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി വരണം എന്നുള്ള തീരുമാനമെടുത്തത്. 2013 അതാണ് 2014 നടപ്പിലായത്. എങ്കിൽ ഇക്കഴിഞ്ഞ മാർഗദർശക മണ്ഡല യോഗം ഡിസംബർ മാസം ഐകകണ്ഠ്യേന ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ഭാരതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിച്ചേ മതിയാകൂ, അതിനുവേണ്ടി നാം പ്രവർത്തിക്കും എന്ന്. തീർച്ചയായിട്ടും ആ പ്രവർത്തനം നടക്കും. അതിന് ശക്തി പകരാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രദേശങ്ങളിൽ സാധിക്കുന്ന സത്സംഗങ്ങളിലൂടെ, ശാക്തീകരണ പ്രക്രിയകളിലൂടെ ആ ലക്ഷ്യപൂരണത്തിനായിക്കൊണ്ട് പ്രവർത്തിക്കണം എന്ന് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. അതൊരു ഏതെങ്കിലും ഒരു സംഘടനയല്ല, മറിച്ച് മൊത്തം ഭാരതത്തിൻ്റെ ഒരു ചിന്താധാരയായിട്ട് അത് വികസിക്കണം. അപ്പൊ അതിൽ ആയിരക്കണക്കിന് സംഘടനകൾ ഒത്തുചേരണം. നമ്മുടെ പ്രസ്ഥാനങ്ങൾ എപ്രകാരമാണോ 10,000-കണക്കിന് ജലധാരകൾ ഒത്തുചേർന്നിട്ടാണ് ഗംഗാനദി പതിത പാവനിയായിട്ട് ഒഴുകുന്നത്. ഗംഗയുടെ ഉദ്ഭവം തേടി പോയാൽ പരാജയപ്പെടും. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഗംഗയുടെ ഉദ്ഭവം തേടി പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോയിക്കോളൂ. അതിൽ മുഖ്യമായ ധാരയുടെ മൂലം തേടി പോയാൽ പരാജയപ്പെടും. കാരണം മുഖ്യധാരയായ ഭാഗീരഥി, പലരും പറയും ഉദ്ഭവിക്കുന്നത് ഗംഗോത്രിയിലാണ്, ഗംഗോത്രിയിൽ എത്തിയാൽ അത് ഒഴുകി വരുന്നത് കാണാം. അപ്പൊ ഗോമുഖത്താണെന്ന് മനസ്സിലാവും. ഗോമുഖിയിൽ പോയാലോ ഗ്ലേഷ്യറിന്റെ ഉള്ളിൽ നിന്ന് ശക്തമായി വരുന്ന ധാരയാണ്. അപ്പൊ അവിടെയല്ല ഉദ്ഭവം. പറഞ്ഞതിനർത്ഥം മനസ്സിലാക്കുക. എന്നാൽ അങ്ങനെയുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് ധാരകൾ ഒത്തുചേർന്ന് അതിൽ ശോണ നദിയെ പോലുള്ള, യമുന നദിയെ പോലുള്ള, സരയൂ നദിയെ പോലുള്ള വലിയ വലിയ നദികളുണ്ട്.
ചെറിയ ചെറിയ കൈവഴികളും ചാലുകളും ഉണ്ട്. പക്ഷെ എല്ലാം ഒത്തുചേർന്നിട്ടാണ് ഗംഗ എന്ന മഹാപ്രവാഹമാകുന്നത്. അതുപോലെ നമ്മുടെ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകള്, പ്രസ്ഥാനങ്ങള്, ഗൃഹങ്ങള്, കുടുംബങ്ങള് എല്ലാം ഈ ഒരു സങ്കല്പ പൂരണത്തിനായിക്കൊണ്ട് ഒരുമിക്കുക. അതിനുള്ള ഇച്ഛാശക്തിയും ക്രിയാശക്തിയും വളർത്തുക എന്ന് മാത്രമേ പറയാനുള്ളൂ.